ഇലക്ട്രിക് ബസ് വിവാദത്തിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് മറുപടിയുമായി മേയർ വി. രാജേഷ്. കോർപ്പറേഷനും സ്മാർട്ട് സിറ്റിയും തമ്മിലുണ്ടാക്കിയ കരാറിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കണം. കരാറിലെ പല വ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ടാണ് ഇലക്ട്രിക് ബസ് സർവീസ് നടത്തുന്നത്. റൂട്ട് നിശ്ചയിക്കുന്നതിലും ലാഭവിഹിതം കോർപ്പറേഷന് നൽകുന്നതിലും വീഴ്ചയുണ്ടായെന്നും മേയർ വി. രാജേഷ് വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് മറുപടിയുമായി മേയർ വി. രാജേഷ്. ഇലക്ട്രിക് ബസ് സർവീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥകളിൽ പാലിക്കണമെന്നതാണ് ആവശ്യമെന്നും റൂട്ട് നിശ്ചയിക്കുന്നതിലടക്കം കരാർ ലംഘനമുണ്ടെന്നും വി. രാജേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പീക്ക് ടൈമിൽ ഏറ്റവും ജനങ്ങൾക്ക് ആവശ്യമുള്ള തിരക്കുള്ള സമയങ്ങളിൽ ഈ 113 ബസ്സുകളും നഗരപരിധിയിൽ ഓടണം. അതിനുശേഷമുള്ള സമയത്ത് അത് മറ്റുള്ള സബ് അർബൻ ഏരിയ നഗരപരിധിയുമായി തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് ഓടാം. ഇതാണ് ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ. അത് ലംഘിച്ചിരിക്കുകയാണ്. നഗരപരിധി വിട്ട് പീക്ക് ടൈമിൽ ഓടുന്നുണ്ട്. നേരത്തെ ജില്ല വിട്ടും യാത്ര ചെയ്യുമായിരുന്നു ബസ്. അപ്പോൾ ആ കരാർ ലംഘനം അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഡിമാൻഡ്. മറ്റൊന്ന് ഈ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, റൂട്ട് നിശ്ചയിക്കുമ്പോഴേക്കും കോർപ്പറേഷനുമായി കൂടിയാലോചിച്ച് വേണം റൂട്ട് നിശ്ചയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ബസ് ഓടുന്നതിൽ റൂട്ട് നിശ്ചയിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള ചർച്ചയോ ഒരു തരത്തിലുള്ള ഇടപെടലോ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. 2023 ഫെബ്രുവരി 21 തിരുവനന്തപുരം കോർപ്പറേഷനും സ്മാർട്ട് സിറ്റിയും KSRTC തമ്മിലുണ്ടാക്കിയ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കണമെന്നാണ് ആവശ്യം. പീക്ക് ടൈമിൽ ഇലക്ട്രിക് ബസ്സുകൾ സിറ്റിയിൽ വേണമെന്നതാണ് വ്യവസ്ഥ. എന്നാൽ അത് പാലിക്കപ്പെടുന്നില്ല. റൂട്ട് നിശ്ചയിക്കുന്ന കാര്യത്തിലും ലംഘനമുണ്ടായി. കോർപ്പറേഷനുമായി ആലോചനയില്ലാതെയാണ് റൂട്ട് നിശ്ചയിക്കുന്നത്. ബസ് സർവീസ് ലാഭവിഹിതം നൽകുന്നതിലും വീഴ്ചയുണ്ട്. നിലവിൽ കരാർ ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷന് കൂടി ലാഭം നൽകണമെന്നാണ് കരാറിൽ എഴുതിയിരിക്കുന്നത്. നിരവധി ഇടറോഡുകളിൽ ബസ് ഇല്ലാത്ത പ്രശ്നം നിലവിലുണ്ട്. കോർപ്പറേഷൻ പരിധിയിലുള്ള ഗ്രാമീണ മേഖലകളിലെ ഇടറോഡുകളിലടക്കം വാഹന സൗകര്യങ്ങളില്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ റോഡുകളിൽ ബസ് എത്തണമെന്നതാണ് ആവശ്യം. ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട കരാർ പാലിക്കണമെന്നാണ് മന്ത്രിയോട് പറയാനുള്ളത്. കത്ത് കൊടുത്താൽ ഇലക്ട്രിക് ബസ് തിരികെ നൽകാമെന്ന മന്ത്രിയുടെ പ്രതികരണത്തോട് വി. രാജേഷും പ്രതികരിച്ചു. കോർപ്പറേഷന് അത്തരം ആവശ്യങ്ങളൊന്നുമില്ലെന്നും ബസ് KSRTC സ്റ്റാൻഡിൽ മാത്രമേ ഇടൂവെന്ന വാശി ഒന്നുമില്ലെന്നും കോർപ്പറേഷന് ഇഷ്ടം പോലെ സ്ഥലമുണ്ടെന്നും പക്ഷേ നിലവിൽ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ലെന്നും വി. രാജേഷ് പറഞ്ഞു. ജനം, തിരുവനന്തപുരം.